അപ്പോൾ ഹലോ ഗൈസ്, വെൽക്കം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മൾ Q&A ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാം വെയിറ്റ് ചെയ്ത ഒരു വീഡിയോ ആണ് നമുക്ക് മനസ്സിലാവും. ഇതിൻ്റെ മുന്നേ ഇതിൻ്റെ ഒരു ഷൂട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടു. ബട്ട് മൈക്ക് ഞാൻ കാണിച്ചു തരാം. മൈക്ക് ഞാൻ കാണിച്ചു തരാം. മൈക്ക് ഇതാണ് നമ്മൾ കുറേ മുന്നേ വാങ്ങിച്ച ഒരു മൈക്കാണ്. ഏകദേശം വാങ്ങിച്ചൊരു 6 months ആയിട്ടുണ്ട് ഈ മൈക്ക് വാങ്ങിച്ചിട്ട്. ബട്ട് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൈക്ക് നല്ല ബ്രാൻഡും അല്ല, ലോക്കൽ സാധനമാണ്. അപ്പോൾ അത് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വീഡിയോൻ്റെ ഇടയിൽ ടക്ക് 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 എന്നാണ് നല്ല രീതിയിൽ സൗണ്ട് വരുന്നുണ്ട്. അതാണ് ഞാൻ അത് 2 ഷൂട്ട് കഴിഞ്ഞതിൻ്റെ ശേഷം 3ാമത്തെ ഷൂട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇന്ന് Q&A വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വന്നവരൊന്നും ഇതിലെന്താ വരാത്ത കേസ്. ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊരു ഞാൻ നാളും പറഞ്ഞിട്ടുണ്ട്, ഒരു 89 അങ്ങനെ കറക്റ്റ് എന്തോ വന്നിട്ടുണ്ട് എസ് പറഞ്ഞിട്ട്. ആ പേര് പോലും യൂട്യൂബിൽ കാണുന്നില്ല. അതിൽ കണ്ടിട്ടൊരു എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ബ്രോ നിൻ്റെ ചാനൽ എൻ്റെ കയ്യിലില്ല, അപ്പോൾ അത് അയച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനത് എൻ്റെ ചാനലിൻ്റെ ലിങ്ക് എടുത്തിട്ട് ആ ബ്രോയ്ക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എന്നാലും ഞാൻ നേരെ ദീർഘിപ്പിക്കണമെന്നില്ല. അത് ഞാൻ നേരെ ചാനലിലേക്ക് ഞാൻ ക്വസ്റ്റ്യനിലേക്ക് കിടക്കട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യനാണ് വായിക്കാൻ പോകുന്നത്. ഞാൻ എഴുതി വെച്ചതാണ്, കാരണം വേറെ ഒന്നുമില്ല. ഇത് ഫുള്ള് എൻ്റെ അടുത്ത് ഒറ്റ ഡിവൈസ് ഫോളും ക്യാമറ ആയിട്ട് യൂസ് ചെയ്യാൻ. ഇവിടെ വേറെ ഡിവൈസ് ആയിട്ടൊന്നും ഉപയോഗിക്കുന്നില്ല. വേറെ ഡിവൈസ് എന്നുള്ള TV ആണ് ഉപയോഗിക്കുന്നത്. TV ആയിട്ട് വ്ളോഗൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്തായാലും എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചു തരാം. നിങ്ങൾക്ക് ഇവിടെ സൈഡ് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ബാൻഡ് PGMs എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിട്ടുള്ളത്. ബ്രോയുടെ ബിഗ് ഡ്രീം എന്താണെന്ന് വെച്ചിട്ടാണ് മെസ്സേജ് അയച്ചിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ബിഗ് ഡ്രീം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രോ, എനിക്ക് എൻ്റെ ഏറ്റവും ബിഗ് ഡ്രീം എന്ന് പറഞ്ഞാൽ എൻ്റെ ചാനലൊന്ന് ക്ലിക്കായി കാണണം എന്നുള്ള ഒരു ഇതാട്ടോ. എൻ്റെ ഇപ്പോഴത്തെ യൂട്യൂബ് ചാനലൊന്ന് ക്ലിക്കായി കാണണം എന്നുള്ള ഒരു ബിഗ് ഡ്രീമാണ് എനിക്കിപ്പോൾ ഉള്ളത്. എന്ന് ആവും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ഡെയിലി വ്ളോഗ്സ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് നമ്മൾക്ക് ആ റീച്ച് തന്നെ മനസ്സിലായിരുന്നു. കാരണം ഇപ്പോൾ റീച്ച് കൂടി വരുന്ന ടൈമായിട്ട് നമ്മളെ പണ്ട് റീച്ച് കുറവുള്ള ചാനൽ ഇപ്പോൾ റീച്ച് കൂടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ തന്നെ വരട്ടെ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വ്ളോഗ് തന്നെയാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നല്ല നല്ല ചാലഞ്ചസ് ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ചാനലിൽ ഒരു 1K ടാർഗറ്റ് ആയിട്ട് എത്തിക്കുക എന്നുള്ളതാണ്. 1K ആണ് ഇപ്പോഴത്തെ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ 1K ടാർഗറ്റിൻ്റെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നിങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ചാനൽ ഇഷ്ടപ്പെടും. നമ്മൾ ഒരു ഫണ്ണി ഫാമിലി വ്ളോഗ് ചാനലായിട്ടാണ് ഇത് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എൻ്റെ ബിഗ് ഡ്രീം ബ്രോ ചോദിച്ച പോലെ തന്നെ ഇതാണ് എൻ്റെ ബിഗ് ഡ്രീം. എൻ്റെ ചാനലൊന്ന് ക്ലിക്കായി കാണണം. പിന്നെ ഒരു ചെറിയ ഡ്രീം കൂടി ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൻ്റെ കൂടെ തന്നെ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ വാങ്ങണം എന്നുണ്ട്. എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ ഒരു ലാപ്പോ ഒരു ടാബോ അങ്ങനെ കാര്യങ്ങൾ വാങ്ങണം എന്നുണ്ട്. വേറെ ഒന്നല്ല, ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒറ്റ ഡിവൈസ് യൂസ് ചെയ്യുന്നത്. എന്താ അധികം സ്റ്റോറേജ് താങ്ങൂല. ഇത് എന്ന് പറയുക 64 GB അങ്ങനെ എന്തോ ആണ് ഇതിൽ സ്പേസ് തികയുന്നത്. സ്റ്റോറേജ് സ്പേസ് ഇല്ല. അപ്പോൾ ഞാനൊരു ചെറിയൊരു കാര്യം കൂടി പറയാം. വേറെ ഒന്നുമില്ല, ഞാനിത് എഡിറ്റ് ചെയ്യാനിരിക്കുന്ന സമയത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പകുതി എഡിറ്റ് ചെയ്ത് പിന്നീട് ഫുള്ള് എഡിറ്റ് ചെയ്ത് വരുമ്പോഴേക്കിന് ഞാനത് കൺവേർട്ട് കൊടുക്കും. അത് കൺവേർട്ടായി കിട്ടിയാലും നമുക്ക് യൂട്യൂബിലേക്ക് അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ. കൺവേർട്ട് കൊടുത്തു കഴിയുമ്പോൾ എനിക്ക് വാർണിംഗ് മെസ്സേജാണ് പിന്നെ വരൽ. വാർണിംഗ് മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ സ്പേസ് ഇല്ല, ഫോണ് തികയില്ല, എത്ര സ്പേസ് കുറവാണ്. അപ്പോൾ ഫോണത്തെ ഫയലും കാര്യങ്ങളും ആപ്സും കാര്യങ്ങളൊക്കെ ഡിലീറ്റ് ചെയ്താലേ ഈ ഫയൽ ഇനി കൺവേർട്ട് ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക്. ഞാനിങ്ങനെ എൻ്റെ പേഴ്സണൽ ആപ്സ് വരെ ഡിലീറ്റ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ വീഡിയോസൊക്കെ നമ്മൾ ചാനൽ ചെക്ക് ചെയ്താൽ മനസ്സിലാവും. 30-40 മിനിറ്റിൻ്റെ വീഡിയോസൊക്കെ അതിലുണ്ട്. അത് എടുക്കണമെങ്കിൽ ഇതേമായിട്ട് എഡിറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എടുക്കണമെങ്കിൽ എടുക്കാം. ബട്ട് അതിന് പറ്റിയ ഫയൽ സൈസും വേണം, അതിൻ്റെ റിസൊല്യൂഷനും വേണം. ഇത് രണ്ടും നമ്മളെ ഫോണിൽ തികയില്ല. എഡിറ്റ് ചെയ്യാനും പോലും പറ്റുന്നില്ല എന്നുള്ളൊരു ഇതാണ് കേട്ടോ. അപ്പോൾ അതാണ് മെയിനായിട്ട് പറയാനുള്ളത്. എൻ്റെ ബിഗ് ഡ്രീം എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ക്ലിക്കാക്കലാണ്. സെക്കൻഡ് ഡ്രീം എന്ന് പറഞ്ഞാൽ ഒരു എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എങ്ങനെ എടുക്കണം എന്നുള്ളതാണ്. ബട്ട് അതിനുള്ള റവന്യൂ ഇല്ല എന്നുള്ള ഒരു കാരണം കൊണ്ടാണ് കേട്ടോ എടുക്കാത്തത്. നമുക്ക് നോക്കാം ഗൈസ്. ഇതൊക്കെ എന്തെങ്കിലും ഒരു അച്ചീവ് ആവും ഗൈസ്, അങ്ങനെ പ്രതീക്ഷിക്കാം. ഞാനത് ഗൈസ് ഏത് വ്ളോഗ് എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ ചോദിക്കുന്ന ഒരു കാര്യമാണ്, ഈ മുടി എന്തിനാ എപ്പോഴും ഇങ്ങനെ ആക്കണമെന്ന്. വേറെ ഒന്നുമല്ല, മുടി ഇങ്ങനെ തൂങ്ങും, കണ്ണിക്ക് വരും, ഇറിറ്റേഷൻ ആവും ഭയങ്കരമായിട്ടത്.
ഞാൻ ഇതിൻ്റെ ഇടയിൽ മുടിയൊക്കെ വെട്ടി, എൻ്റെ നല്ല മുടി ഉണ്ടെന്ന് കേസ് അതൊക്കെ വെട്ടിയാൽ കേട്ടോ. വേറെ ഒന്നല്ല, അതേമാതിരി ഇറിറ്റേഷൻ ആവും. നമ്മൾ വ്ളോഗ് എടുക്കുന്ന സമയത്താവും നമുക്ക് തിരിച്ചറിയാൻ പറ്റുക, നമ്മളെ കണ്ണിക്ക് വന്നിട്ട് നമുക്ക് തന്നെ ഇറിറ്റേഷൻ ആയി ഫീൽ ചെയ്യും. പിന്നെ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് കൂടുതൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ തന്നെയാണ് എൻ്റെ ഡ്രീം എന്താണെന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞത്, ഒന്ന് യൂട്യൂബിൽ കയറണം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ വായിച്ചുതരാം. രണ്ടാമത്തെ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഫാത്തിമ ഇക്ബാൽ എന്ന് പറഞ്ഞിട്ടാണ്. അത് അതിൽ കമൻറ്റ് ബോക്സിൽ വന്ന അതേമാതിരി ഒന്നുമില്ല കേട്ടോ ഇതിൽ എഴുതിയിരിക്കുന്നത്. കാരണം ഒന്നും മാറില്ല, എഴുതിയോണ്ട് ഞാൻ ഓരോ കമൻറ്റായിട്ട് വേറെ പെട്ടെന്ന് എഴുതി പോയതാണ്. അപ്പോൾ ഞാൻ ഓർഡറിലൊന്നുമല്ല, കമൻറ്റ് ബോക്സിൽ വന്ന ഓർഡറിലല്ല എഴുതിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് ഇറക്കാം. ഫാത്തിമ ഇക്ബാൽ എന്ന് പറഞ്ഞിട്ട് ഒരു അക്കൗണ്ടിൽ നിന്നാണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ഹായ് ബ്രോ, യു സിംഗിൾ എന്ന് ചോദിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പോഴും പറയാനുള്ളത് ഞാൻ സിംഗിളാണ് കേട്ടോ. അപ്പോൾ ഞാൻ സിംഗിളാണ്. ഇതിൽ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ, സിംഗിൾ ലൈഫിൽ എൻജോയ് ചെയ്യുന്നുണ്ടോയെന്ന് വെച്ചാൽ സിംഗിൾ ലൈഫ് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ കാരണം വേറെ ഒന്നല്ല, എൻ്റെ കൂട്ടുകാരനെ ഇപ്പോൾ എടുത്ത് തേപ്പിട്ടിട്ടു കേട്ടോ. നിങ്ങൾക്ക് അറിയുണ്ടാവും, അഖിലിനെ അറിയുണ്ടാവും. ഞാൻ ഒരാളെ കുറ്റം പറയല്ലോ കേട്ടോ. നിങ്ങളിപ്പോഴും ചിന്തിക്കണം, തേപ്പിട്ടേന് ഞാൻ എൻ്റെ ചാനലിൽ കൂടെ ഇതാക്കി ഒന്നാകെ അലമ്പാക്കില്ല. കാരണം ഗൈസ്, അവനെ സ്നേഹിച്ചു കഴിഞ്ഞാൽ അവനെ അതിൻ്റെ വേദന മനസ്സിലാവും. ഞാൻ എന്തെങ്കിലും മോട്ടിവേഷൻ നടത്തില്ല, കാര്യങ്ങളൊന്നുമല്ല. അവനെ പറ്റി ഇപ്പോൾ ചിരിച്ചല്ല, ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് എന്നുള്ള രീതിക്ക് ഞാൻ കളിയാക്കി, നമ്മൾ തമാശയ്ക്ക് ചിരിക്കില്ലോ, അങ്ങനെയുള്ള കാര്യങ്ങളും അവനിപ്പോൾ ചെറുതായിട്ട് തേപ്പിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവനെ അറിയുള്ളൂ അതിൻ്റെ വിഷമം കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മളതിലേക്ക് ഇടപെടാൻ പോലില്ല, അത് അവൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ. അപ്പോൾ അവന് ചെറുതായി തേപ്പിട്ടിയപ്പോൾ അവന് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ആളെ ആക്റ്റീവാട്ടോ, നമ്മളെ ചാനലൊക്കെ ചെക്ക് ചെയ്താൽ ആളെ ആക്റ്റീവാണ്. അപ്പോൾ പോട്ടെ, അത് കുഴപ്പമില്ല ഗൈസ്. അത് ഞാൻ ഇവിടുത്തെ എൻ്റെ ഒരു ഇതുകൊണ്ട് ഞാൻ പറഞ്ഞതാ, സോറി കേട്ടോ. അഖിലിത് കാണുന്നെങ്കിൽ ഞാൻ പറഞ്ഞുകൊണ്ട് സോറി കേട്ടോ. നമ്മൾ തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നത് ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ ചെറുതായിട്ട് ഇങ്ങനെ കളിയാക്കുന്ന തമാശ അതൊക്കെ ഉണ്ടാവും. അത് എല്ലാവരും ഉണ്ടാവും. ഈ നാലാൾക്കാർ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോട്ടോ ഞാൻ ഇപ്പോൾ കാണിക്കുക, ഈ 4 ആൾക്കാർ തന്നെയാണ് മെയിനായിട്ട്. നമ്മളെവിടെ പോയാലും ഈ 4 ആൾക്കാർ തന്നെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും, സ്റ്റോറി ഇടലുണ്ട് ഞാൻ. അപ്പോൾ ബ്രോക്ക് ഞാൻ സിംഗിളാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളൂ അല്ലേ? ഞാൻ സിംഗിളാട്ടോ. ഞാനതിൽ സാറ്റിസ്ഫൈഡ് ആണ്. പ്ലീസ്, ഇത് ചില വാക്ക് ഇംഗ്ലീഷിൽ ഞാൻ പഠിച്ചു വരുന്നുള്ളൂ. അപ്പം ഞാൻ പ്രമോഷനും കാര്യങ്ങളും അല്ലെങ്കിലും ഞാൻ ഒരു ആപ്പിൻ്റെ പേര് ഇവിടെ കാണിക്കുക. ദിസ് ഈസ് നോട്ട് എ പ്രമോഷൻ, ഞാൻ പഠിച്ചു വരുന്ന ആപ്പ് ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. ഡ്യുവലിംഗോ എന്ന് പറഞ്ഞ ആപ്പാണ്. അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യണം കേട്ടോ. നിങ്ങൾക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ട്രെയിൻ ചെയ്തിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു നല്ലൊരു ആപ്ലിക്കേഷൻ തന്നെയാണ്. ഞാനിപ്പോൾ ഇംഗ്ലീഷ് സ്പീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ചില സമയത്ത് ഈ നാക്ക് ഇങ്ങനെ ഇതാവും, അപ്പോഴാണ് നമുക്ക് പെട്ടെന്ന് കിട്ടാതെ വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞല്ലോ, ഞാൻ സിംഗിളാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വരുന്നത് വെച്ചാൽ രാജ് കൊമ്പൻ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ നിന്നാണ് വന്നിട്ടുള്ളത്. ബ്രോ, എന്ത് ഇൻസ്പിറേഷൻ കൊണ്ടാണ് യൂട്യൂബ് തുടങ്ങിയത്? ഇത് ഞാനൊരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ട് ബ്രോ. നമ്മളെ പ്രീവിയസ് വീഡിയോസ് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ബ്രോക്ക്. ഒരു വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ ഒരു കുട്ടിക്കാലത്ത് ആ വ്ളോഗ് കാണാത്തവർക്ക് ഞാൻ അത് പറഞ്ഞുതരാം. എൻ്റെ ഒരു കുട്ടിക്കാലത്ത്, അതായത് ഞാനൊരു 10 വയസ്സാവണ വരെ എനിക്ക് ടി വി കാണുമല്ലോ, നമ്മൾ ടി വിയിൽ അതായത് മൂവീസൊക്കെ കാണുമ്പോൾ എനിക്ക് ഉള്ളൊരു തോട്ടായിരുന്നു. അന്നത്തെ ഒരു പൊട്ട ബുദ്ധി എന്ന് തന്നെ പറയാം. എനിക്കുള്ളൊരു തോട്ടായിരുന്നു, എല്ലാവരെയും ഈ ടി വിയിലൊക്കെ കാണുന്നുണ്ട്, ബട്ട് എന്നെ എന്തുകൊണ്ടാണ് കാണാത്തതെന്നൊരു പൊട്ട ബുദ്ധി അന്ന് എനിക്ക് ഉദിച്ചതാണ്. ഞാൻ കഴിഞ്ഞൊരു പ്രീവിയസ് വ്ളോഗായിട്ട് വിട്ടിട്ടുണ്ട് കേട്ടത്. അപ്പം എന്നെന്താണ് ആ ടി വിയിൽ അങ്ങനെ കാണാത്തത്? എല്ലാവരും കാണുന്നുണ്ടല്ലോ, എന്നെന്താ കാണാത്തതെന്നുള്ളൊരു ചിന്ത. പിന്നെ ഒരു 14-15 വയസ്സായപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ യൂട്യൂബ് കാണുന്നുണ്ട്. ആ ടൈമിൽ നമുക്ക് LED TV അവൈലബിൾ ആയിരുന്നു. ആ ടൈമിൽ യൂട്യൂബ് LED TVയിൽ ഓൾറെഡി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ യൂട്യൂബ് കാണാൻ തുടങ്ങി. യൂട്യൂബ് കാണുമ്പോൾ കുറേ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഓരോ വീഡിയോ, ഫാമിലി വ്ളോഗ് ആയിക്കോട്ടെ, ഗെയിമേഴ്സ് ആയിക്കോട്ടെ, അങ്ങനെ ഓരോ കണ്ടന്റ് വെച്ചിട്ട് അവരിങ്ങനെ ചെയ്യുമ്പോൾ എനിക്ക് തോന്നി ഞാൻ എന്താ വരാത്തെന്ന്, ഞാൻ ഇതിലെന്താ കൊണ്ട് വരുന്നില്ല എന്നുള്ളത്. അപ്പോൾ എനിക്ക് തോന്നിയൊരു കുട്ടി ആൾക്കാരാട്ടോ പോയിക്കോട്ടെ ഗീസ്. നമ്മൾ ഇവിടെ കൊലയിൽ വെച്ച് വ്ളോഗ് ചെയ്യുന്നുണ്ടായി, അതിൻ്റെതായിട്ടുള്ള കുറച്ച് ഇഷ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആളുകൾ ഇവിടെ അറിയാൻ നമ്മളെ മുന്നിൽ
വഴിയാണ് ആളുകൾ നടന്നു പോകുന്നത്. അപ്പോൾ ആളുകൾ അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് മുന്നിൽ കൂടെ ആൾ പോയത് കേട്ടോ, നമ്മളറിയുന്ന ഒരാൾ പോയപ്പോൾ ഒരാൾ എന്നോട് ചിരിച്ചതാണ്. അപ്പം ഞാൻ എന്താ ഇത് ഒരു ഇവിടെ ഭിത്തിയുള്ളതുകൊണ്ട്, ഇവിടെ ഈ മതിലുള്ളതുകൊണ്ട് അവർ വിചാരിച്ചു ഞാൻ എന്താ ഭിത്തിനോട് നോക്കിയിട്ട് സംസാരിക്കുന്നത്, എനിക്ക് വട്ടാണോ എന്ന് വിചാരിച്ചു. അതാണ് ഞാൻ പിന്നെ അങ്ങോട്ട് നോക്കിയത് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ്റെ പറഞ്ഞല്ലോ, എന്ത് ഇൻസ്പിറേഷൻ കൊണ്ടാണ് തുടങ്ങിയതെന്ന്. എന്താണ് പ്രശ്നം കേട്ടോ. അപ്പോൾ ഇൻസ്പിറേഷൻ കൊണ്ടാണ് അതൊക്കെ നമ്മൾ ഒരു വ്ളോഗായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് അത് ഞാനും എനിക്കൊരു ആഗ്രഹമായിരുന്നു, എൻ്റെ വീഡിയോസ് ഇതേമാതിരി ഏതെങ്കിലും ഡിവൈസിൽ, അതായത് ഫോണായിക്കോട്ടെ TV ആയിക്കോട്ടെ, ഏത് ഡിവൈസിലായാലും എൻ്റെ ഒരു വീഡിയോ കാണണമെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നു. അതിൻ്റെ പുറത്ത് തുടങ്ങിയ കേട്ടോ യൂട്യൂബ്. അതിൻ്റെ പുറത്ത് എനിക്കും തുടങ്ങാൻ പറ്റും എന്നുള്ളൊരു ഇത് വെച്ചിട്ട് തുടങ്ങിയതാണ് ഞാൻ. പിന്നെ എൻ്റെ പേരിൽ കുറേ യൂട്യൂബ് വീഡിയോസ് നോക്കിയിരുന്നു, എനിക്ക് എങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട്. ആ ടൈമിൽ കുറച്ച് ഞാൻ ചെറിയ കുട്ടിയായിരുന്ന ചാനൽ തുടങ്ങിയിട്ട് 1 ഇയർ കഴിഞ്ഞിട്ടാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. ചാനൽ തുടങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ 9ാം ക്ലാസ് പൂട്ടിയൊക്കെ ഇരിക്കുന്ന ടൈമിലാണ്. പിന്നെ 10 വീഡിയോസ് ഒന്നും ചെയ്തില്ല. ലാസ്റ്റ് ആ സെൻഡ് ഓഫിൻ്റെ സമയത്താണ് നമ്മൾ വീഡിയോസ് പിന്നെ ചെയ്ത് തുടങ്ങിയത് കേട്ടോ. നമ്മൾ വീഡിയോ എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്ക് ആൾക്കാർ ഇങ്ങനെ കൂട്ടും. നമ്മളെന്ത് തുടങ്ങിയാലും നമ്മൾ ഇപ്പോഴത്തെ എൻ്റെ ബർത്ത്ഡേ വ്ളോഗ് ചെയ്തപ്പോഴും അതിൽ കേക്ക് കൊണ്ടുവരാനായിരുന്നു മഴയിൽ. നമ്മൾ വീഡിയോ എടുക്കാൻ പുറത്തിറങ്ങിയിരുന്ന അപ്പോൾ ആൾക്കാരുണ്ട്. നമുക്ക് വീഡിയോ ഒക്കെ ഇറങ്ങി. അപ്പോൾ അതുകൊണ്ടാണ് എൻ്റെ ആ ആഗ്രഹം കൊണ്ടാട്ടോ ഞാൻ തുടങ്ങിയത്. ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് നേരെ 4ാമത്തെ എടുക്കാം, നമുക്ക് വേഗം എൻഡ് ചെയ്യാൻ ശ്രമിക്കാം. കാരണം പറഞ്ഞാൽ ഇതൊരു വഴിയായതുകൊണ്ട് ആൾക്കാർ ഇങ്ങോട്ട് പോകും. നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് എടുക്കാം. 4ാമത്തെ ഏകദേശം മറ്റേ ക്വസ്റ്റ്യനോട് സിമിലർ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കേട്ടോ. വേറെ ഒന്നുമില്ല, അതിൻ്റെ ബ്രോക്ക് ലൈനുണ്ടോയെന്ന് ചോദിച്ചിട്ട് എനിക്ക് ലൈനൊന്നുമില്ല, നമ്മൾ സിംഗിളാണ്. ഓക്കെ, സിംഗിളായിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കും. ഞാൻ അങ്ങനെ പറഞ്ഞല്ലോ കേട്ടോ. ഞാൻ മിങ്കിളായി അതിൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞല്ലേ, ഞങ്ങൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ. സിംഗിളായി ഹാപ്പിനെസ് ഉണ്ടാവും എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ മിങ്കിളായാലും പറയല്ല, സിംഗിളായാലും പറയല്ല. സിംഗിളായിട്ട് ഇരിക്കേണ്ടവരോട് എനിക്ക് പറയാനുള്ളത്, എനിക്കൊന്നും പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഓക്കെ, ഞാൻ എൻ്റെ കാര്യം പറയാം. പേഴ്സണലി ഞാൻ സിംഗിളാണ്. നിങ്ങൾ പോസ്റ്റ് ചോദിച്ചതിന് ഞാൻ എൻ്റെ ഉത്തരം പറയാം, ഞാൻ സിംഗിളാണ്. അപ്പോൾ അതിനാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഞാൻ വീഡിയോ എൻഡ് ചെയ്യാം. ഇന്നത്തെ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും പുതിയ വീഡിയോസും ചാലഞ്ചസൊക്കെ വരുന്നവരെ എല്ലാവർക്കും ബൈ കേട്ടോ. ഇതുവരെയുള്ള വെറൈറ്റി വീഡിയോസ് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾ കാണാം, നല്ല അടിപൊളി വീഡിയോസ് വരുന്നതാണ്. ഓക്കെ, ബൈ കേട്ടോ.